ഹലോ എവരിവൺ 2024-25 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി റിട്ടേൺ ഫോമുകളിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ഫോം സെലക്ഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ അസാധുവാകും. അതായത് ITR 1 പകരം നമ്മൾ ITR 2 ആണ് സെലക്ട് ചെയ്ത് ഫിൽ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്തിട്ടില്ല എന്ന രൂപത്തിലായിരിക്കും. സോ ഫോം സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വിക്ക് അനാലിസിസ്. ITR 1 ആർക്കൊക്കെയാണ് ആപ്ലിക്കബിലിറ്റി വരുന്നത്? ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള വ്യക്തികൾ, അതായത് റെസിഡന്റ് ഇൻഡിവിജ്വൽ. നോട്ട് പോയിന്റ്, നോൺ റെസിഡന്റിന് ITR 1 സെലക്ട് ചെയ്യാൻ പാടില്ല. പ്രധാനമായും 3 ടൈപ്പ് ഇൻകം ഉള്ളവരാണ് ഇതിൽ വരുന്നത്. അതായത് ഫസ്റ്റ് സാലറിയോ അല്ലെങ്കിൽ പെൻഷനിങ്ങോ ഉള്ളവർ, പിന്നെ ഒരു വീടിൽ നിന്നുള്ള വാടക വരുമാനമുള്ളവർ, പിന്നെ ഇൻട്രസ്റ്റ് ഇൻകം. ഈ 3 ടൈപ്പ് ഇൻകവും 50 ലക്ഷത്തിൽ കൂടുതൽ ആകാനും പാടില്ല. അതോടൊപ്പം തന്നെ ഈ വർഷം വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഒരു വ്യക്തിക്ക് ഷെയർ സെയിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സെയിൽ ചെയ്തിട്ടോ വരുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,25,000 താഴെയാണെങ്കിൽ അതും ITR 1 വരുന്നത്. അതോടൊപ്പം തന്നെ കാർഷിക വരുമാനം 5,000 രൂപ വരെ മാത്രമേ ഒരു വർഷത്തിലുള്ളൂ എങ്കിലും അവർ ITR 1 വരുന്നത്.